നമസ്കാരം. തിരുവോണം കഴിഞ്ഞു. ഇന്ന് മൂന്നാം ഓണം, നാളെ നാലാം ഓണം. അങ്ങനെ മലയാളി ഓണാഘോഷം തുടരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച രണ്ട് ഓണാശംസകൾക്ക് ഫേസ്ബുക്കിൽ കിട്ടിയ ലൈക്കാണ്. ആരോപണ വിധേയനായിരുന്നു ഈ ഓണക്കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതും വലിയ ആരോപണം. ഈ ആരോപണ വിധേയൻ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഓണാശംസ പോസ്റ്റിന് കിട്ടിയത് 57K ലൈക്കുകളാണ്, 17.6K കമന്റുകളും 278 ഷെയറും. അങ്ങനെ ഓണം സോഷ്യൽ മീഡിയയിൽ തൂക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറുപക്ഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഓണാശംസ പോസ്റ്റിന് കിട്ടിയത് 35K ലൈക്ക് മാത്രം, 4.5K കമന്റും കിട്ടി, 3.7K ഷെയറും ആ വീഡിയോ പോസ്റ്റിനുണ്ട്. എന്നാൽ ലൈക്കും കമന്റും രാഹുലിനാണ് കൂടുതൽ. അത് ആവേശത്തോടെ കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ്. പീഡനാരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുലിന്റെ പ്രസക്തി നഷ്ടമായെന്ന വാദം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിലും രാഹുൽ വിരുദ്ധർ ശക്തമാണ്. പാലക്കാട്ട് പോകാനും രാഹുലിന് കഴിയുന്നില്ല. ഇതിനിടയിലാണ് അടൂരിലെ വീട്ടിലിരുന്ന് ഫേസ്ബുക്കിൽ രാഹുൽ കുറിപ്പിട്ടത്. ഈ കുറിപ്പാണ് ആരാധകർ ഏറ്റെടുത്തത്. രാഹുലിന് പ്രതീക്ഷ നൽകുന്ന നിരവധി കമന്റുകളും എത്തി. ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണ് ഓണം. ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിച്ചവർക്ക് മേലെ ഉയർന്നു വരാൻ കഴിയട്ടെ, ഓണാശംസകൾ. ഇതാണ് ഒരു കമന്റ്. 12 മിനിറ്റിൽ 5.1K. പന്തൽ പ്രേമിനെ പോലുള്ളവർ വെറുതെയല്ല അസ്വസ്ഥരാകുന്നത്. ഇതാണ് മറ്റൊരു പ്രതികരണം. രാഹുൽ തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടെ, തീർച്ച, തളർന്നു പോകരുത്, കൂടെ തന്നെയുണ്ട്. ഇങ്ങനെയും ചില കമന്റുകൾ. ഇതിനിടയിൽ സൈബർ സഖാക്കൾ പോര് ഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ പോസ്റ്റിന് കിട്ടിയ ലൈക്കുകളുടെ എണ്ണം മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ താരമാണെന്ന വിലയിരുത്തലാണ് ഉണ്ടാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും മാങ്കൂട്ടത്തിൽ ഇട്ടിരുന്നു. ഇതിനും 48K ലൈക്കുകൾ കിട്ടിയെന്നതും ശ്രദ്ധേയം. മുഖ്യമന്ത്രിക്ക് പോലും ഈ പിന്തുണ സോഷ്യൽ മീഡിയയിൽ നിലവിൽ കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ സമർപ്പിച്ച FIR-ലുള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ലെന്ന സൂചനയാണ്. ഈ കേസ് ഒരിടത്തും എത്തില്ലെന്നാണ് മാങ്കൂട്ടത്തിൽ ഫാൻസ് പറയുന്നത്. FIR-ന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളയാളാണ് ഇരയായതെന്നും FIR-ൽ പറയുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണ് ഉള്ളത്. ഇവർക്ക് 18നും 60നും ഇടയിലാണ് പ്രായമെന്നാണ് വിശദീകരിക്കുന്നത്. അതായത് ആരാണ് ഇരയെന്ന് പോലും പോലീസിന് പിടികിട്ടിയിട്ടില്ല. അത്തരമൊരു മൊഴി പരാതിക്കാർക്ക് നൽകാനായിട്ടില്ല. ഈ FIR എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കി. ഇതിന് പിന്നാലെയാണ് ഓണാശംസ പോസ്റ്റ് മാങ്കൂട്ടത്തിൽ ഇട്ടതും അത് സൈബർ ലോകം ഏറ്റെടുത്തതും. എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ എന്ന് പറയുന്നുണ്ട്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, മാനസികമായി പീഡിപ്പിച്ചു, സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. BNS-ലെ 78(2), 351, പോലീസ് ആക്ടിലെ 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 11 പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്ന് പുറത്തുവന്ന രേഖകളിൽ വ്യക്തം. ഈ 11 പേരും പീഡനത്തിന് ഇരയായവരല്ല, മറിച്ച് മാധ്യമങ്ങളിലും മറ്റും വാർത്ത കണ്ട് പരാതി നൽകിയവരാണ്. ബാലാവകാശ കമ്മീഷനിൽ നിന്നും അയച്ചു കിട്ടിയ 10 പരാതികളുമുണ്ട്. ഇതിൽ ഗർഭചിത്രം നടന്നെന്ന് വിശദീകരിക്കുന്ന 5 പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് കേസെടുക്കലെന്നാണ് FIR വിശദീകരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ ADGP S. ശ്രീജിത്ത് വഴി കൈമാറി കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് FIR. ഓഗസ്റ്റ് 27-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇരയെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞു എന്നതാണ് ഉയർന്ന ചോദ്യം. അതേസമയം ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായെന്നാണ് അന്വേഷക സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ടുകൾ.